സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16-ൽ ഇന്റർ മിയാമിയെ PSG 4-0 തോൽപ്പിച്ചിരുന്നല്ലോ. മത്സരശേഷം ഡെംബേലയ്ക്ക് മെസ്സിയുടെ ജേഴ്സി ലഭിച്ചിരുന്നില്ല, ഹക്കീമിക്കായിരുന്നു ലഭിച്ചത്. പിന്നീട് ഡെംബേലെ മെസ്സിയുടെ ജേഴ്സിയുമായി നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡെംബേലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരം അവസാനിച്ചതിന് ശേഷം ഞാൻ മെസ്സിയെ ടണലിൽ കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹം ജേഴ്സി ധരിച്ചിരുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജേഴ്സി ആരെങ്കിലും എടുത്തെന്ന് തോന്നുന്നു? മെസ്സി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഹക്കീമിയാണ് എടുത്തത്. ഞാൻ പറഞ്ഞു, എങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് പോയി അത് വാങ്ങണം. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഇന്റർ മിയാമി ജേഴ്സി ഇല്ല. മെസ്സി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ബാർസയുടെ ഒരുപാട് ജേഴ്സികൾ ഉണ്ടല്ലോ, ഇനി എന്തു വേണം? ഞാൻ പറഞ്ഞു, ഹക്കീമിയുടെ കയ്യിലും നിങ്ങളുടെ കുറേ ജേഴ്സി ഉണ്ടല്ലോ. മെസ്സി എൻ്റെ കൈ പിടിച്ചു ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ലോക്കർ റൂം തുറന്നു തന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് വേണ്ടതെങ്കിൽ എടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഷോർട്ട്സും ഷൂവും എടുത്തു. എന്നിട്ട് മെസ്സി സുവാരസിനോട് പറഞ്ഞു, നമുക്ക് ഒരു പുതിയ കളിക്കാരനുണ്ട്, അവനെ സ്വാഗതം ചെയ്യൂ. സുവാരസ് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അടുത്ത കളിയിൽ മെസ്സിക്ക് കളിക്കാൻ നീ ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ലല്ലോ. സത്യത്തിൽ മെസ്സി ഒരു ഇതിഹാസ താരമാണ്. മെസ്സിയുടെ ആയിരക്കണക്കിന് ജേഴ്സി ലഭിച്ചാലും നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം കളിക്കുമ്പോൾ കൂടുതൽ ജേഴ്സികൾ ആഗ്രഹിക്കും. കാരണം മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ തന്നെയാണ്. അവന് എല്ലാ വിജയങ്ങളും നേരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.